ഇനിയൊരു കല്യാണം ഈ ജന്മത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവളെ പെണ്ണ് കാണാൻ പോയത്. തികച്ചും ഔപചാരികമായ പെണ്ണ് കാണലിലൂടെയാണ് അശ്വതി എന്ന അച്ചുവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. 2 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് വീട്ടിലെ അമ്മക്ക് കൂട്ടിന് ആരുമില്ലാതെ വന്നപ്പോൾ അവരുടെ എല്ലാം നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇനിയൊരു കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടും അച്ചുവിനെ പെണ്ണ് കാണാൻ പോയത്. നല്ല സ്വഭാവം, പിന്നെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറാനും അറിയാം. കാണാനും നല്ല ശാന്തമുള്ള കുട്ടിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മക്ക് അവളെ നല്ലോണം ബോധിച്ചു. അവൾക്കും വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ലെന്നറിഞ്ഞോടെ ആ കാര്യത്തിൻ്റെ ഒരു തീരുമാനമായി. അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം 4 ആൾ അറിയുന്ന രീതിയിൽ കെങ്കേമമായി തന്നെ അവരുടെ കല്യാണം നടന്നു. ആദ്യമൊന്നും അവളുമായി പൊരുത്തപ്പെടാൻ അവന് കഴിഞ്ഞിരുന്നില്ല. പതിയെ പതിയെ അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ അവന് കീഴടങ്ങേണ്ടി വന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പൊട്ടിപ്പെണ്ണ്, അതായിരുന്നു അവൾ. വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായപ്പോഴേക്കും ജാനകിയമ്മ ഒരു മുത്തശ്ശിയായിരുന്നു. സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു പിന്നീട്. ഒരു ഭാര്യ എന്നതിലുപരി അവളൊരു നല്ല കൂട്ടുകാരി കൂടി ആയിരുന്നു. എന്ത് കാര്യമാണെങ്കിലും അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മനസ്സിന് ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോളേജിൽ വെച്ചുണ്ടായ തൻ്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ അവന് കഴിഞ്ഞത്. ഷംന, അതായിരുന്നു അവളുടെ പേര്. കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ടൈം പാസ് പ്രണയമായിരുന്നില്ല എനിക്ക് അവളോടുള്ള പ്രണയം. ഇഷ്ടമായിരുന്നു ഒരുപാട്. ആ ഉമ്മച്ചി കുട്ടിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മതത്തിൻ്റെ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് കൂടെ വരാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് പാവമായിരുന്നു അവൾ. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന അവളുടെ ഉമ്മ മാത്രമാണ്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഉമ്മാനെ പറ്റി അവൾ എപ്പോഴും വാതോരാതെ സംസാരിക്കുമായിരുന്നു. ആ ഉമ്മാൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അവളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ പിരിയുന്ന വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് പരസ്പര സമ്മതത്തോടെ പിരിയുമ്പോൾ അവളുടെ ആ കണ്ണുകളിൽ നോക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഫ്രണ്ട്സിൽ നിന്ന് അവളുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ വിഷമം തോന്നിയില്ല. അവളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലെന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലൊരു തോന്നൽ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിലും കണ്ണീരിൻ്റെ നേർത്ത നനവ് കാണപ്പെട്ടു. ഏട്ടാ, നമുക്ക് പറ്റി അവളെ ഒന്ന് കാണണം എന്ന ഭാര്യയുടെ ചോദ്യം അയാൾ അത്ഭുതപ്പെടുത്തി. എന്തിന് എന്നൊരു ചോദ്യരൂപേണ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇപ്പം എനിക്ക് എല്ലാത്തിനും വലുത് എൻ്റെ കുഞ്ഞാവയും എൻ്റെ കെട്ടികളും തന്നെയാണ്. അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിൽ മുത്തം കൊടുക്കാൻ ശ്രമിച്ച് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു, അയ്യടാ എൻ്റെ പൊന്നവൻ ജോലിക്ക് പോകാൻ നോക്ക്, എനിക്കിവിടെ കുറേ ജോലിയുണ്ട്. അത് പറയുമ്പോൾ നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് അവളുടെ മുഖത്ത് അവനെ കാണാൻ കഴിഞ്ഞത്. ഇണങ്ങിയും പിണങ്ങിയും സന്തോഷത്തോടെയാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഷംനയെ കാണുന്നത്. ഇവളെന്താ ദൈവം ഈ രൂപത്തിൽ? ഒറ്റ നോട്ടത്തിൽ അവളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു അവൾക്ക്. ഒന്നുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ അത് അവൾ തന്നെയാണെന്ന് മനസ്സിലായി. അവളുടെ കയ്യിൽ 4 വയസ്സോളം പ്രായമെത്തിയ അവളുടെ കുട്ടിയും ഉണ്ടായിരുന്നു. ഹലോ ഷംന. അനൂപ്. പ്രതീക്ഷിക്കാതെ കണ്ടതിൻ്റെ ആശ്ചര്യം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എന്തൊക്കെയാണ് ഷംന വിശേഷങ്ങൾ? നീ എന്താ ഇവിടെ? നിന്നെ ഈ രൂപത്തിൽ കണ്ടിട്ടെങ്കിൽ മനസ്സിലായില്ല. ഞാനൊരു ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാ. നിനക്ക് നിന്നിപ്പോൾ ജോലി? നിന്റെ ഭർത്താവ് ഇപ്പോൾ എവിടെയാ? അത് ചോദിച്ച് അവളുടെ മുഖത്തെ ചിരിമായി നാം കണ്ടു. എന്തുപറ്റി? ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട കേട്ടോ. എൻ്റെ കല്യാണം ഉമ്മാക്ക് പറ്റിയ ജീവിതത്തിലെ ഒരേ ഒരു അബദ്ധമായിരുന്നു. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് എനിക്ക് ആ വീട്ടിൽ നരകതുല്യമായ ജീവിതമാണ് നയിക്കേണ്ടി വന്നത്. ആ വീട്ടിലുള്ളവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള ഒരു വേലക്കാരിയായിരുന്നു ഞാൻ. സ്നേഹം കൊണ്ടൊരു വാക്ക് പോലും എന്നോട് ആ വീട്ടിലാരും പറഞ്ഞിരുന്നില്ല, എൻ്റെ ഭർത്താവ് പോലും. അതിനിടയിൽ എങ്ങനെയാണ് എൻ്റെ മോൻ പിറന്നു. അവനുവേണ്ടി എല്ലാം സഹിച്ചും ക്ഷമിച്ചു അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എൻ്റെ ശരീരത്തിന് വേണ്ടി വില പറഞ്ഞുറപ്പിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് ഒരാളെയും കൊണ്ട് വന്നു. താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തി. അയാളുടെ മുഖത്തേക്ക് ആർക്കിച്ച് തുപ്പിയിട്ടാന്ന് ഇറങ്ങിയതാ ആ വീട്ടിൽ നിന്ന്. അതോടെ ഞാൻ അയാളെ വിളിച്ചു വരുത്തിയതാണെന്നും അയാൾ എൻ്റെ കാമുകനാണെന്നും അയാൾ പറഞ്ഞു പരത്തി. ഉമ്മാൻ്റെ മരണശേഷം വീട്ടുജോലി ചെയ്താൽ ജീവിച്ചിരുന്നത്. അഴിഞ്ഞാട്ടക്കാരി എന്ന പേര് വന്ന പിന്നെ ജീവിതം. രാത്രി എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലടാ. ഒളിഞ്ഞും തെളിഞ്ഞ ഒരുപാട് പേരെൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടാറുണ്ട്. എത്ര കാലം എനിക്കിങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമെന്നറിയില്ല. എനിക്കെന്തെങ്കിലും പറ്റിയ എൻ്റെ മോൻ. പൊട്ടിക്കരച്ചിലോടുകൂടിയാണ് അവളത് പറഞ്ഞ്. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഞാൻ ബോറടിപ്പിച്ചല്ലേ? അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമല്ലേ? സുഖം. ഞാൻ പോട്ടെ, വീതിൻ്റെ നമുക്ക് പിന്നെ കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു പോകുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. അന്ന് വീട്ടിലെത്തിയത് അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഏട്ടാ, നിങ്ങൾക്കിത് എന്തു പറ്റി? വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? ഏയ്, ഒന്നുമില്ലടി. എന്താണെങ്കിലും എന്നോട് പറയേ. ഇന്ന് ഞാൻ അവളെ കണ്ടിരുന്നു, ഷംനെ. ആണോ? അവളുടെ മുഖം ആകാംക്ഷ കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് എന്താ അവൾ പറഞ്ഞ്?
അവളുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഇന്നൊരു ജോലി അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവളെ ഞാൻ കണ്ടത്. ഉണ്ടായ കാര്യങ്ങളെല്ലാം അവൻ ഭാര്യയോട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നമ്മളിനി എന്താ ചെയ്യുക ഏട്ടാ? ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാവുമോ? ഇല്ല, എന്തായാലും ഏട്ടൻ പറയും. നമുക്കവളെ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? ഒരു ജോലിയും ശരിയായി കൊടുക്കാം. അതുകൊണ്ട് എന്താ ഏട്ട കാര്യം? ആ വീട്ടിൽ രാത്രി സമയത്ത് അവൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ? ഈ ബുദ്ധിമുട്ടുകൾ അവൾക്ക് അവിടെ ഉണ്ടാവില്ലെന്ന് പറയാൻ ഏട്ടന് കഴിയുമോ? ഒരാണിൻ്റെ കരുത്തിനോളം വരില്ലല്ലോ ഏട്ടാ ഒരു പെണ്ണിൻ്റെ ശക്തി. അവളെ തിന്നാൻ വേണ്ടി തക്കം നോക്കിയിരിക്കുന്നതിൽ നിന്ന് അവളെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് അവളെ നമ്മുടെ പഴയ തറവാട് വീട്ടില്ലേ, ആ വീട്ടിലെന്തായാലും ആൾ താമസമല്ലല്ലോ, അമ്മയോട് ചോദിച്ചിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരാം. എല്ലാ ജോലികളും കഴിഞ്ഞു വന്നിട്ട് ആ പാവത്തിന് മനസ്സമാനത്തോടെ ഉറങ്ങിയെങ്കിലും ചെയ്യാലോ ഈ വീട്ടിലാവുമ്പോൾ. ഭാര്യയുടെ സംസാരം കേട്ട് അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം അവളെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ അവന് മനസ്സിൽ ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷം. പക്ഷേ എന്താ ഏട്ടാ? ഇനി അതിൻ്റെ പേരിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? എന്ത് പ്രശ്നം? നമുക്ക് രണ്ടുപേർക്കും പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം, നമ്മുടെ കൂടപ്പുറപ്പായിട്ട്. നാളെ ഒരുപാട് പേര് പിച്ചി ചീന്തിയ ഫോട്ടോ പത്രത്തിൽ വരുമ്പോൾ ഒന്ന് നെടുവീർപ്പിടാൻ ഒരുപാട് പേരുണ്ടാവും. അതിലേറെ പുണ്യമല്ലേ ഏട്ടാ ആ പാവത്തിന് ജീവിതം ഉണ്ടാവുന്നത്. അവളുടെ വാക്കുകൾ മനസ്സിന് വല്ലാത്ത ധൈര്യം നൽകുന്ന പോലെ അവന് തോന്നി. പിറ്റേ ദിവസം അവളുടെ വീടിന് ലക്ഷ്യമാക്കി അവർ പോയി. ആ വീട്ടിൽ പോയി അവളെയും കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ നിറക്കണ്ണുകളോട് അവൾ അവരെ തന്നെ നോക്കി നിന്നു. ആരുമല്ലാതിരുന്നിട്ടും തനിക്ക് മോന് അഭയം നൽകിയതിന് മനസ്സുകൊണ്ടൊരായിരം തവണ അവൾ പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വന്ന ആൾക്കൂട്ടത്തെ കണ്ട് അവനെ നമ്പരുന്നു. അല്ല, എന്താ നിങ്ങളെല്ലാവരും ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? ഇന്നലെ ഒരിക്കൽ നീ നിന്റെ ഭാര്യയും കൂടി ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചില്ലേ? അതിനെ പ്രശ്നം. അവളെങ്ങനെയാ നിങ്ങൾക്ക് പ്രശ്നമാവുന്നത്? എനിക്ക് മനസ്സിലായില്ല. അവളൊരഴിഞ്ഞാട്ടക്കാരിയാ, അത് നിനക്കും അറിയില്ലേ? ഒന്ന് ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞു. ഷംന, ഒന്ന് പുറത്തേക്ക് പോയോ, നിന്നെ കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഒന്നും മനസ്സിലാവാൻ നാട്ടിലെ പ്രമാണിമാരെല്ലാം പരസ്പരം നോക്കി. പുറത്തേക്ക് വന്ന ഷംനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഈ വന്നു നിൽക്കുന്ന മാന്യമാരിൽ എത്ര പേര് രാത്രി ഇവിടെ വാതിൽ മുട്ടിയിട്ടുണ്ടെന്ന് ഇവള് പറയാൻ തുടങ്ങിയാ ഇവിടെ കൂടി നിൽക്കുന്ന പലരും തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് ഇവിടുന്ന് പോവേണ്ടി വരും. അതാരൊക്കെയാണെന്ന് ഇവളിപ്പോൾ കാണിച്ചു തരും. എന്താ വേണോ? കൂടി നിൽക്കുന്നവർ പലരിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ മറന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ എന്താ നമ്മുടെ ആവേശം അല്ലേ? എന്നാ കേട്ടോ, അവൾ ഇവിടെ തന്നെ ജീവിക്കും, ഈ വീട്ടിൽ, അവളുടെ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടത്തിക്കൊണ്ട്. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്റെ വീടിന്റെ മുറ്റത്തെങ്ങാനും കാല് ചവിട്ടിയാ പൊക്കോണെല്ലാവരും എന്റെ വീട്ടിൽ നിന്ന്, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. അവന്റെ ശബ്ദഗാംഭീര്യത്തിന് മുമ്പിൽ വന്നവരെല്ലാം ശരവേഗത്തിൽ തന്നെ തിരിച്ചുപോയി. തിരിഞ്ഞു നോക്കി അവൻ കണ്ട് തന്നെ നോക്കി അന്താളിച്ച് നിൽക്കുന്ന ഭാര്യയാണ്. എന്താടി നീനെ തുറിച്ചു നോക്കുന്നത്? അല്ല മനുഷ്യ, വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത നിങ്ങളാണ് ഈ പറഞ്ഞൊക്കെ. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം? എൻ്റെ എല്ലാ ധൈര്യവും നീ തന്നെയല്ലേടി. നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാനതിനെ പേടിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അവനും ചിരിച്ച്. നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് 1000 തവണ ദൈവങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതിൽ.